നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മകളുടെ കല്യാണം മരണത്തിൽ കലാശിച്ചു. നാദാപുരത്ത് സഹോദരങ്ങൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിയുടെ ഭീഷണി സന്ദേശങ്ങൾ പോലീസിന് കൈമാറി. കുറുവന്തേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ കാട്ടുപന്നി ആക്രമണം. ഒരു സ്ത്രീക്ക് പരിക്ക്. കൈനാട്ടിയിൽ നിർത്തിയിട്ട കാറിൽ തോക്ക് കണ്ടെത്തി. ഡൽഹി രജിസ്ട്രേഷൻ കാറിന്റെ ഉടമകൾ മലയാളികൾ. വാൻഹായ് 503 ചരക്ക് കപ്പലിന് തീപിടിച്ച സാഹചര്യത്തിൽ വടകരയിലും ചൊമ്പാല തീരത്തും നിരീക്ഷണം ശക്തമാക്കി. വാർത്തകൾ വിശദമായി. വാട്സാപ്പിലൂടെ കുടുംബത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ സംഭവം ചോദ്യം ചെയ്യാനെത്തിയ പിതാവിനെയും സഹോദരനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച നാദാപുരം സ്വദേശിയായ ബഷീറിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. മകളുടെ കല്യാണം മരണത്തിൽ കലാശിക്കും എന്ന് തുടങ്ങിയ ഭീഷണി സന്ദേശത്തിന്റെ തെളിവുകളാണ് പോലീസിന് കൈമാറിയത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. നാദാപുരം കക്കമ്പള്ളിയിലെ ഉന്നം വീട്ടിൽ സലീമിനും സഹോദരനായ നാസിറിനുമാണ് വെട്ടേറ്റത്. സലീമിന്റെ മകളെ മോശക്കാരിയായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത് ചോദ്യം ചെയ്യാനാണ് സലീമും സഹോദരനും അയൽവാസിയായ ചിറക്കുനി ബഷീറിന്റെ വീട്ടിലെത്തിയത്. പ്രകോപനം ഒന്നും കൂടാതെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വാളുമായി ഇറങ്ങി വന്ന ബഷീർ ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നാസിറിന്റെ വയറിനും സലീമിന്റെ കൈക്കുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ രണ്ടുപേരെയും കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാസറിന്റെയും ചിറയിൽ കുഞ്ഞമ്മദിന്റെയും മക്കളുടെ വിവാഹം മരണത്തിൽ കലാശിക്കുമെന്നും സംഘർഷമുണ്ടാക്കുമെന്നും തുടങ്ങിയ ഭീഷണി സന്ദേശമാണ് ബഷീർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചത്. ഇവ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അക്രമത്തിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതി ബഷീറിനായി നാദാപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തെക്കാട് കുറുവന്തേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ കാട്ടുപന്നി ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്ക്. ഇന്ന് രാവിലെ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു തൊഴിലാളികൾക്ക് നേരെ കാടിറങ്ങി വന്ന കാട്ടുപന്നിയുടെ ആക്രമണം. കല്ലമ്മൽ ചാത്തുവിന്റെ ഭാര്യ ദേവിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇവരെ വളയം ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് ചികിത്സ നൽകി. അടുത്തിടെ കുമ്മൽ ചെക്കായി എന്ന തൊഴിലാളിക്ക് നേരെയും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കൈനാട്ടിയിൽ നിർത്തിയിട്ട കാറിൽ തോക്ക് കണ്ടെത്തി. 2 ദിവസമായി നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയ ഡൽഹി രജിസ്ട്രേഷനിലുള്ള കാറിലാണ് തോക്ക് കണ്ടെത്തിയത്. രജിസ്ട്രേഷൻ ഡൽഹിയിലാണെങ്കിലും കാറിന്റെ ഉടമ മലയാളികളാണ്. 2 ദിവസമായി ദില്ലി രജിസ്ട്രേഷനിലുള്ള ഒരു കാർ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയതോടെ സംശയം തോന്നി പ്രദേശവാസികൾ നോക്കിയപ്പോഴാണ് കാറിനുള്ളിൽ തോക്ക് കണ്ടത്. ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഉടമകളുമായി ബന്ധപ്പെട്ടപ്പോൾ കളിത്തോക്കാണെന്ന മറുപടിയാണ് പോലീസിന് നൽകിയത്. കാർ തകരാറിലായതിനാൽ റോഡിൽ നിർത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉടമയോട് വടകര പോലീസിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷമേ തോക്ക് യഥാർത്ഥ തോക്കാണോ എന്ന് പറയാൻ കഴിയുള്ളൂവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേരള തീരത്തിനടുത്ത് വാൻഹായ് 503 ചരക്ക് കപ്പലിന് തീപിടിച്ച സാഹചര്യത്തിൽ വടകര മേഖലയിലെ തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം. ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് രാവിലെ കോസ്റ്റൽ പോലീസ് തീരദേശ മേഖലകളിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധന നടത്തി. വടകര മുതൽ അഴിയൂർ വരെയുള്ള തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ, ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തീരദേശ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കടലിലോ കരയിലോ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ കോസ്റ്റൽ പോലീസിനെ വിവരമറിയിക്കുക. കണ്ടെത്തുന്ന സാധനങ്ങളിൽ സ്പർശിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.